Okay, listen here. Our last class, we discussed about our pet animals and farm animals. നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? പെറ്റ് ആനിമൽസിനെ കുറിച്ചും ഫാം ആനിമൽസിനെ കുറിച്ചുമാണ് അല്ലേ നമ്മൾ പറഞ്ഞത്. Our portion is our pets. നമ്മുടെ പെറ്റ്സ് അല്ലേ, നമ്മുടെ പെറ്റ്സ് ആനിമൽസിനെ കുറിച്ചുള്ള പോർഷൻ ആണ് അല്ലേ. And we see many animals around us. Cow, bullocks, horses, ducks and hens are some farm animals. What are the farm animals? Farm animals അല്ലേ, കുറേ ആനിമൽസ് ഉണ്ട്. Then ഷബറ എന്താ അവിടെ ചെയ്യുന്നത്? ഷബറ ലിസൺ, കുറേ ആനിമൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഫാം ആനിമൽസ് ആൻഡ് പെറ്റ് ആനിമൽസ് എന്ന് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തു അല്ലേ. Then what are the farm animals? Adit, which are the farm animals? Cow, bullock, horses, ducks. Okay, cow, bullock, horse, duck, hens are some examples of farm animals. ഇതൊക്കെ എന്താണ്? ഫാം ആനിമൽസ് ആണ് അല്ലേ. Then some farm animals are gives us food. ചില ആനിമൽസ് നമുക്ക് എന്ത് തരും? ഫുഡ് തരും എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. എന്തൊക്കെ ഫുഡാണ് കിട്ടാറ്? ദേവർഷ, ആനിമൽസിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടാറ്? Milk and eggs അല്ലേ. Yes, cow gives us milk and hens and ducks lay eggs അല്ലേ. കോഴികള് എന്ത് തരാറുണ്ട്? മുട്ട തരാറുണ്ട്. Then പശുക്കള് gives us milk അല്ലേ, പാലും തരും നമുക്ക്. അപ്പൊ some animals gives us food and other some animals help us to our work. നമ്മുടെ ജോലികളിൽ എന്ത് ചെയ്യാറുണ്ട്? ചില ആനിമൽസ് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ. ഏതൊക്കെ ആനിമൽസ് ആണ്? എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറ്? ഏബൽ മാത്യു, ഏബൽ, ആനിമൽസ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറ് നമ്മുടെ ജോലികളിൽ? Which are the animals help us to our work? ഹോഴ്സ് എന്ത് ചെയ്യും? എന്താണ്? ഓക്കെ, ദേ പുൾ കാർട്സ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അവര് നമ്മുടെ ലോഡൊക്കെ ഉള്ള വണ്ടിയൊക്കെ വലിക്കാറുണ്ട് അല്ലേ. വണ്ടി വലിച്ച് പോകാറുണ്ട്. കുതിര വണ്ടിയും കാളവണ്ടിയും ഒക്കെ ഉണ്ട്. ഓക്കെ, ദെൻ വേറെന്താണ് ദീക്ഷിത്? ആനിമൽസ് നമ്മൾ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ വർക്കില്? ഓക്സ് എന്ത് ചെയ്യും? ഓക്സ് പ്ലോസ് ദ ലാൻഡ് അല്ലേ. നമ്മുടെ നിലമൊക്കെ നമുക്ക് കൃഷിക്കൊക്കെ വേണ്ടി റെഡിയാക്കാനൊക്കെ എന്ത് ഓക്സ് ഹെൽപ്പ് ചെയ്യും. ദെൻ വേറെന്താണ്? മുഹമ്മദ് മുക്താസീം, വേറൊരു എക്സാമ്പിൾ പറയൂ. ആനിമൽസ് നമ്മൾ നമ്മുടെ ജോലികളിൽ ഹെൽപ്പ് ചെയ്യും. ഡോങ്കി ക്യാരി ലോഡ്സ്. ഓക്കെ, അപ്പൊ ഫാം ആനിമൽസ്, ചില ഫാം ആനിമൽസ് ഗിവ്സ് us ഫുഡ്. മീൻസ് cow gives us milk and hens lay eggs and some animals are help us to our work അല്ലേ. നമ്മുടെ ജോലികളിൽ ചില ആനിമൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേതൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്സ് പ്ലൗസ് ദ ലാൻഡ്, ഡോങ്കി ക്യാരി ലോഡ്സ്, ബുള്ളോക്ക് ആൻഡ് ഹോഴ്സസ് പുൾ കാർട്സ് അല്ലേ. കുതിരവണ്ടിയും കാളവണ്ടിയും ഒക്കെ ഉണ്ട്. പിന്നെ ഡോങ്കിയൊക്കെ നമ്മുടെ ലോഡൊക്കെ എന്താണ് എവിടേക്കെങ്കിലും ഒക്കെ കൊണ്ടുപോകാനുണ്ടെങ്കിൽ നമ്മളെ ക്യാരി ചെയ്യും അല്ലേ. നമ്മുടെ ലോഡ്സ് ഒക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകും. ദെൻ ഓക്സ് അല്ലേ, കാളകളൊക്കെ നിലമൊക്കെ ഉഴുത് റെഡിയാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ some farm animals are gives us milk, gives us food and some farm animals help us to our work. നമ്മൾ ഇത്രയും പറഞ്ഞു. Then we studied about the shelter for farm animals അല്ലേ. നമ്മൾ കുറെ ഫാം ആനിമൽസിന്റെ ഷെൽട്ടേഴ്സിന് പറയുന്ന പേരും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. There are special shelters for some animals. ഫാം ആനിമൽസ്, ഫാം ആനിമൽസിന് എന്തുണ്ട്? അവർക്കായിട്ടുള്ള ഷെൽട്ടേഴ്സ് ഉണ്ട് അല്ലേ. What we called a hen's shelter? Shabara, what we called a hen shelter and a hen's home? നമ്മളൊരു ഹെന്നിന്റെ ഷെൽട്ടറിനെ എന്താ വിളിക്കുക?
Coop. Okay. Hens are kept in a coop. What we call the hens shelter? Coop. 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 അല്ലേ? കോഴിക്കൂട് അല്ലേ? കോഴിക്കൂടിനെ നമ്മൾ എന്ത് പറയും? Coop എന്നാണ് പറയാറ്. Hens are kept in a coop. Okay. Then, and where is a horses are kept? Where is horses are kept? Aifuna, what we call the horses shelter? Stable. Stable. Okay. We call the horse shelter is stable. Okay. Horse, stable, hens, coop. And Devang, what we call the cow shelter? Shed. Shed. Okay. Cow, shed, hens, coop, horses are in stable. Okay. ഇത്രയുമാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഫാം ആനിമൽസിന്റെ എന്താണ് ഷെൽട്ടേഴ്സ്. Then we studied about pet animals. പിന്നെ നമ്മൾ പെറ്റ് ആനിമൽസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലും then അതിന് മുമ്പത്തെ ക്ലാസ്സിലും ഒക്കെ പറഞ്ഞതാണ് അല്ലേ? പെറ്റ് ആനിമൽസ്. The animals we kept at home are called pet animals. നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെയാണ് എന്ത് പറയാറ്? നമ്മുടെ പെറ്റ് ആനിമൽസ് എന്ന് പറയാറ്. Then Hira is Rinku's pet dog. Rinku is a girl. Her pet dog is Hira. അല്ലേ? റിങ്കുവിന്റെ പെറ്റ് ഡോഗ് ഹീരയാണ്. അത് റിങ്കുവിനെ കാണുമ്പോൾ എപ്പോഴും വാലൊക്കെ ആട്ടി കാണിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അല്ലേ? വാലാട്ടിയിട്ട് അവിടുന്ന് റിങ്കുവിനോട് ഉള്ള സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുമല്ലേ ഹീര. ആൻഡ് അലി, ലത, രവി ആൻഡ് റിങ്കുസ് ഫ്രണ്ട്സ്, ഇവരൊക്കെ റിങ്കുവിന്റെ ഫ്രണ്ട്സ് ആണ്. അവർക്കൊക്കെ എന്തുണ്ട്? പെറ്റ് ആനിമൽസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അലി ഹാസ് ഫിഷസ്. അലിയുടെ വീട്ടിൽ എന്തുണ്ട്? കുറെ മീനുകൾ ഉണ്ട്. അപ്പൊ നമ്മുടെ എല്ലാവരും പറഞ്ഞു അല്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ മീനുകൾ ഉണ്ട്, പെറ്റ് ഫിഷസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? Then ലത ഹാസ് എ ടോട്ടോയ്സ്. ലതയ്ക്ക് എന്തുണ്ട്? ടോട്ടോയ്സ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ അമൃതക്കുട്ടി പറഞ്ഞു അമൃതക്കുട്ടിയുടെ വീട്ടിലും എന്തുണ്ട്? ടോട്ടോയ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ? ദോശയും ചട്നിയും ഒക്കെയാണ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു അല്ലേ അമൃത? ആണോ? ആ, ദോശയാണ് ടോട്ടോയ്സിന് കൊടുക്കാറ് എന്നൊക്കെ അമൃത പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അപ്പൊ ടോർട്ടോയ്സ് ഉണ്ട്. Then രവി ഹാസ് എ പാരക്കീറ്റ്. രവിക്ക് എന്തുണ്ട്? ഒരു പാരക്കീറ്റ് ഉണ്ട് അല്ലെ? തത്തയുണ്ട്. അതിന് എന്ത് ചെയ്യാറില്ല രവി? നമ്മൾ പക്ഷികളൊക്കെ എപ്പോഴും കൂട്ടിൽ അടച്ചിട്ടാണ് വെക്കാറ് അല്ലെ? പക്ഷെ രവി അങ്ങനെയൊന്നും ചെയ്യാറില്ല. He does not keep it in a cage. അതിനെ ഒരു കൂട്ടിലൊന്നും സൂക്ഷിക്കാറില്ല. എന്നാലും അത് എവിടെയും പറന്നു പോകുന്നും ചെയ്യാറില്ല. പെറ്റ് ആനിമൽസിന്റെ സ്പെഷ്യാലിറ്റി ആണത് അല്ലെ? അവര് നമ്മളുമായിട്ട് ഒരുപാട് മിങ്കിൾ ചെയ്ത് നമ്മളുമായിട്ട് ഒരുപാട് സ്നേഹത്തിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? അതെവിടെയും പോവില്ല നമ്മളെ വിട്ടിട്ട് അല്ലേ? അപ്പോ രവിക്ക് എന്താണ്? പാരക്കറ്റിനെ കേജിന്റെ അകത്തൊന്നും പൂട്ടിയിടേണ്ട ആവശ്യമില്ല അല്ലെ? എന്താണ്? അത് എങ്ങോട്ടും പറന്നു പോവില്ല, അവിടെ തന്നെ നിൽക്കും. അതാണ് ഈ പെറ്റ് ആനിമൽസിന്റെ ഒക്കെ സ്പെഷ്യാലിറ്റി. അവര് നമ്മുടെ അടുത്ത് നിന്ന് എങ്ങോട്ടും പോവില്ല, എപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും. Then home for pet animals. We already studied about farm animals and shelters for farm animals and pet animals. Now we are going to study about the shelters for pet animals. നമ്മളിപ്പോ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്? പെറ്റ് ആനിമൽസിന്റെ കൂടുകളെ കുറിച്ചാണ്. ലൈക്ക് ഫാം ആനിമൽസ്, pets too need a place to live in. അല്ലെ? ഫാം ആനിമൽസിന് മാത്രം താമസിക്കാൻ കൂടുകൾ ഉണ്ടായാൽ പോരാ അല്ലെ? വീട് പോരാ അല്ലെ? നമ്മുടെ പെറ്റ് ആനിമൽസിനും എന്ത് വേണം? നമ്മൾ വീട് വെച്ച് കൊടുക്കണ്ടേ അല്ലെ? അവരും എവിടെയാണ് താമസിക്കേണ്ടത്? വീടിന്റെ അകത്ത് തന്നെയാണ് അല്ലെ? നമ്മുടെ പട്ടിക്കുട്ടിക്കും നമ്മുടെ ഫിഷിനും നമ്മുടെ റാബിറ്റ്സിനും ഒക്കെ എന്ത് വേണം? താമസിക്കാൻ ഒരു സ്ഥലം വേണം അല്ലെ? ഷെൽട്ടർ വേണം അല്ലെ? ഫിഷ് നിങ്ങളുടെ പെറ്റ്സ് ആയിട്ടുള്ള ഫിഷ് ഒക്കെ എവിടെയാണ് താമസിക്കുന്നത്? നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ റൂമില്, നിങ്ങളുടെ ബെഡിലാണോ അവര് കിടന്നുറങ്ങാറ്? അല്ലല്ലോ. ഫിഷിനൊക്കെ എന്ത് വേണം? വേറെ തന്നെ ഒരു സ്പേസ് വേണം അല്ലെ താമസിക്കാൻ? അത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ അവർക്ക്? നമ്മുടെ പെറ്റ് ഡോഗിനും ഫിഷിനും പാരക്കീറ്റിനും ഒക്കെ തനിയെ ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? നമ്മൾ ഉണ്ടാക്കുന്ന പോലെ വീട് ഉണ്ടാക്കാൻ പറ്റുമോ നമ്മുടെ ആനിമൽസിന്? യെസ് ഓർ നോ? നോ. അപ്പൊ എന്ത് വേണം? നമ്മൾ അവർക്ക് ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കണ്ടേ? വേണം അല്ലേ? നമ്മൾ അവർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കണ്ടേ?
നമ്മുടെ ഡോഗ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കും അല്ലേ? പട്ടിക്കൂട് ഉണ്ടാക്കി കൊടുക്കാം. ഫിഷിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ എവിടെയാ കെപ്റ്റ് ചെയ്യുക? അക്വേറിയത്തിൽ അല്ലേ? അല്ലെങ്കിൽ ഒരു ബോട്ടിലിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലാണ് നമ്മൾ ഫിഷിനെ വെക്കാറ് അല്ലേ? അല്ലാതെ ഫിഷ് വന്നിട്ട് തനിയെ വെള്ളത്തിൽ കയറി ഇരിക്കില്ലല്ലോ. നമ്മൾ അവർക്ക് റെഡിയാക്കി കൊടുക്കണം അല്ലേ? അപ്പൊ നമ്മൾ നമ്മുടെ പെറ്റ് ആനിമൽസിനും ഷെൽട്ടേഴ്സ് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. അവർക്ക് താമസിക്കാൻ സ്ഥലം വേണം അല്ലേ? Then a dog sleeps in a kennel, what we call the dog shelter. The name of a dog's house is kennel. Kennel, K-E-N-N-E-L, kennel is the name of a dog shelter. ഒന്നുമില്ല, എന്താണ്? പട്ടിക്കൂടിന് നമ്മൾ എന്ന് പറയും അല്ലേ? നമ്മുടെ വീട്ടിലെ പെറ്റ് ഡോഗിന് നമ്മൾ താമസിക്കാൻ വേണ്ടി റെഡിയാക്കി കൊടുക്കുന്ന ഷെൽട്ടറിന്റെ പേരാണ് എന്ത്? കെനൽ. നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഹെൻസ് ആർ കെപ്റ്റ് ഇൻ എ കൂപ്പ് എന്ന് പറഞ്ഞില്ലേ? കോഴികൾ എവിടെയാ താമസിക്കുക? കൂപ്പ് എന്നാണ് കോഴിക്കൂടിനെ പറയാ. അതുപോലെ നമ്മുടെ പെറ്റ് ഡോഗിന് താമസിക്കാനുള്ള ഷെൽട്ടറിനെയാണ് എന്ത് പറയാ? എന്താണ് പറയാ? Kennel. Okay, K-E-N-N-E-L. Kennel is the name of the shelter of a pet dog അല്ലേ? നമ്മുടെ പട്ടിക്കുട്ടിക്കൊക്കെ നമ്മൾ എന്ത് വേണം? പ്രത്യേക വീട് ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? നമ്മുടെ റൂമിന്റെ അകത്ത് താമസിപ്പിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ലല്ലോ. അതിന്റെ എന്ത് വേണം? കൂട് വേണം താമസിക്കാൻ വേണ്ടി. അതിനെയാണ് കെനൽ എന്ന് പറയാല്. ജോവിൻ, ജോയൽ രണ്ടുപേരും ഇവിടെ ശ്രദ്ധിച്ചേ. കളിക്കുകയാണോ? ലിസൺ ഹിയർ. ഓക്കെ, what we call the dog's home? പട്ടിക്കൂടിന് നമ്മൾ എന്താ പറയാ? എല്ലാരും ഒന്ന് പറഞ്ഞ ഉച്ചത്തില്. ആരും വായ അനക്കുന്നേ ഇല്ലല്ലോ. കെനൽ. ഓക്കെ, കെനൽ. We call the dog's home. Okay. Then fishes are kept in an aquarium. അല്ലേ? നമ്മള് മീനുകളെ എവിടെയാ താമസിക്കുക? ഫിഷിനെ എവിടെയാ താമസിപ്പിക്കുക? പട്ടിക്കൂട് പോലെ കൂടുണ്ടാക്കി കൊടുത്താ മതിയോ? കെനൽ ഉണ്ടാക്കി കൊടുത്താ മതിയോ? പോരാ അല്ലേ? എന്താണ്? വേറെ വീട് വെച്ച് കൊടുത്താ മതിയോ? പോരാ. ഫിഷസിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലേ? അവർക്ക് എന്താണ്? വെള്ളത്തിൽ മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ അല്ലേ? നമ്മൾ അവർക്ക് വീട് വെച്ച് കൊടുത്തിട്ട് അതിന്റെ അകത്ത് ഇട്ടാ ശരിയാവോ? ഇല്ലല്ലോ. ഫിഷ് എന്താണ്? ചത്തുപോകും അല്ലേ? അപ്പോ എന്താണ്? അവർക്ക് താമസിക്കാൻ വേണ്ടി വെള്ളം വേണം. അപ്പൊ നമ്മൾ എന്താണ്? ഒന്നുകിൽ നമ്മൾ വലിയ ബൗളില് എന്താണ്? വെള്ളമൊക്കെ ഇട്ട് നല്ല റെഡിയാക്കി അതിലിടും അല്ലേ? ഇല്ലെങ്കിൽ എന്താണ്? അക്വേറിയം അല്ലേ? അതെന്താണ്? ഒരു ഗ്ലാസിന്റെ അകത്ത് എന്താണ്? ഒരു ഗ്ലാസ് ബോക്സ് ആണ് അല്ലേ അക്വേറിയം. അതിന്റെ അകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അക്വേറിയം? മിക്കവാറും ആൾക്കാരുടെ വീട്ടിലൊക്കെ എന്തുണ്ടാവും? അക്വേറിയം ഉണ്ടാവും. കാണാൻ നല്ല ഭംഗിയാണല്ലേ? നല്ല ബ്യൂട്ടിഫുൾ ആണല്ലേ അക്വേറിയം കാണാൻ? അതിൻ്റെ അകത്ത് എന്താണ്? കുറെ കളർഫുൾ ആയിട്ടുള്ള സ്റ്റോൺസും ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി അതൊന്നും ഇല്ലെങ്കിലും എന്താണ്? അക്വേറിയം തന്നെയാണ് അല്ലേ? വെറുതെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഫിഷുകളെ അതിലിട്ടാൽ അവരവിടെ താമസിച്ചോളും അല്ലേ? ഓക്കെ, അപ്പൊ ഫിഷസ് എവിടെയാണ് താമസിക്കുക? അക്വേറിയം. ഓക്കെ, അക്വേറിയം. അതിനെന്താ പറയാ? അക്വേറിയം. എല്ലാരും ഒന്ന് പറഞ്ഞേ അക്വേറിയം. എത്ര പേർക്ക് നന്നായി പറയാൻ പറ്റുന്നുണ്ട് നോക്കട്ടെ. അലൻ ജോസഫ് ഒന്ന് പറഞ്ഞേ അക്വേറിയം. അലൻ അൺമ്യൂട്ട് ചെയ്തേ മോനെ. aquarium, അക്വേറിയം. Then ദീക്ഷിത്, അക്വേറിയം. അൺമ്യൂട്ട് ചെയ്തേ ദീക്ഷിത്. aquarium, അക്വേറിയം. ആൻഡ് ബിയോണ അക്വേറിയം എന്നൊന്ന് പറഞ്ഞേ മോളെ. aquarium, അക്വേറിയം. ആൻഡ് നീലാഞ്ജന? aquarium, Aquarium. Then Adit, aquarium. aquarium, Okay, aquarium. Then Giaros, aquarium, aquarium. Then Ryan, aquarium എന്നൊന്ന് പറഞ്ഞു മോനെ. aquarium, ഓക്കെ, അക്വേറിയം. അപ്പൊ എല്ലാവർക്കും നന്നായി പറയാൻ പറ്റുന്നുണ്ട് അല്ലേ? ദേവർഷ, അക്വേറിയം എന്നൊന്ന് പറഞ്ഞു മോളെ. aquarium, അക്വേറിയം. അപ്പൊ നമ്മള്
ഫിഷ് താമസിക്കുന്ന പ്ലേസിനെയാണ് എന്ത് പറയാ? അക്വേറിയം എന്ന് പറയാ അല്ലേ? ഫാത്തിമ KM. Aquarium. Okay, aquarium. Then Jalwa Fatima. Aquarium. Aquarium. Okay. അപ്പോൾ എല്ലാവരും പറയുകയാണെങ്കിൽ എന്താണ്? ഓക്കെ, അദീന. Aquarium. അക്വേറിയം. എല്ലാവരും പറയുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ ടൈം അങ്ങനെ കഴിയും അല്ലേ? അപ്പൊ എല്ലാവർക്കും നന്നായി പറയാൻ കിട്ടുന്നുണ്ട് അല്ലേ? എല്ലാവരും പറയുന്നുണ്ടല്ലോ ഏകദേശം. അപ്പൊ എന്താണ്? ഫിഷിന്റെ ഹോമിനെയാണ് നമ്മൾ അക്വേറിയം എന്ന് പറയാറ് അല്ലേ? അക്വേറിയം ഇസ് ദ ഫിഷ് ഷെൽട്ടർ അല്ലേ? ഫിഷുകൾ താമസിക്കുന്ന അല്ലേ? നമ്മുടെ മീനിന് താമസിക്കാൻ വേണ്ടി നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നതാണ് എന്ത്? അക്വേറിയം. ഓക്കെ. Then rabbits lives in a hutch. Rabbits lives in a hutch. We called a rabbit's home. നമ്മുടെ റാബിറ്റ്സിന്റെ വീടിനെയാണ് എന്ത് പറയാ? hutch. HUTCH is called hutch. Is the house of rabbits അല്ലേ? നമ്മുടെ മുയലുകൾ അല്ലേ? മുയലുകൾ ഉണ്ടോ ആരുടെയെങ്കിലും വീട്ടില്? റാബിറ്റ്സ് ഉണ്ടോ നിങ്ങൾക്ക് പെറ്റ്സ് ആയിട്ട്? ഉണ്ടോ? ആർക്കും ഇല്ല അല്ലേ? കണ്ടിട്ടില്ല റാബിറ്റ്സിനെ? കണ്ടിട്ടുണ്ടോ? യെസ്, കണ്ടിട്ടുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ട്. എന്താണ്, റയാന്റെ വീട്ടിലുണ്ടോ റാബിറ്റ്സ്? ഉണ്ടോ റയാൻ? യെസ്. റാബിറ്റ്സ് എന്താണ് റയാന്റെ അടുത്ത് എന്താണ് ഉണ്ട്. ദെൻ നിയയുടെ വീട്ടിലുണ്ടോ? നിയ ഇല്ല. ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ്, ഐഫൂനയുടെ അടുത്തുണ്ടോ? ഐഫൂന കറുപ്പും വെളുപ്പും ഉള്ളതൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ റാബിറ്റ്സിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഷെൽട്ടറിനെയാണ് എന്ത് പറയാറ്? ഹച്ച് എന്ന് പറയാറ് അല്ലേ? ഹച്ച്. ഓക്കെ. അപ്പോ a dog sleeps in a kennel is the name of a dog shelter, kennel. And fishes are kept in an aquarium അല്ലേ? മീനുകൾ എവിടെയാണ്? അക്വേറിയത്തിലാണ് താമസിക്കാറ്. Then rabbits lives in a hutch. മുയലുകൾ എവിടെയാണ്? ഹച്ച്. അവരുടെ വീടിനെയാണ് ഹച്ച് എന്ന് പറയാറ്. ഓക്കെ. Then അപ്പോ നമ്മൾ പഠിച്ചു ഫാം ആനിമൽസ് ഉണ്ട്. ഫാം ആനിമൽസിനും ഷെൽട്ടേഴ്സ് ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ഹെൻസ് ആർ കെപ്റ്റ് ഇൻ എ കൂപ്പ്, ഹോഴ്സസ് ആർ ഇൻ സ്റ്റേബിൾ, കൗസ് ആർ കെപ്റ്റ് ഇൻ ഷെഡ് അല്ലേ? പശുക്കൾ എവിടെയാണ്? ഷെഡിലാണ്. കോഴികൾ കൂപ്പ്, ഹോഴ്സ് കുതിരകൾ എവിടെയാണ്? സ്റ്റേബിൾ. ആൻഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് അവർ പെറ്റ് ആനിമൽസ് ഓൾസോ ഹാവ് എന്ത്? ഷെൽട്ടർ. ഫാം ആനിമൽസിനുള്ളത് പോലെ തന്നെ ആർക്കും ഷെൽട്ടർ ഉണ്ട്. നമ്മുടെ പെറ്റ് ആനിമൽസിനും ഷെൽട്ടർ ഉണ്ട് അല്ലേ? ഡോഗ് സ്ലീപ്സ് ഇൻ കെനൽ, ഫിഷസ് ആർ കെപ്റ്റ് ഇൻ ആൻ അക്വേറിയം ആൻഡ് റാബിറ്റ്സ് ലിവ്സ് ഇൻ ഹച്ച്. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യണം? നന്നായിട്ട് ഇത് പഠിക്കണം അല്ലേ? ഏതൊക്കെ ആനിമൽസിന് താമസിക്കുന്ന പ്ലേസ് ആണ് ഇത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് മറക്കാതെ എഴുതി വെക്കണം. എന്താ എഴുതുക? ഷെൽട്ടർ ഫോർ ഫാം ആനിമൽ എന്ന് എഴുതുക. ഹെഡ്ലൈൻ: ഷെൽട്ടർ ഫോർ ഫാം ആനിമൽസ് ആൻഡ് hen, coop, horses, stable, cows, shed. Just like that, shelter for pet animals. എന്താണ്? ഡോഗ്, kennel, fishes, aquarium, rabbits, hutch. ഇങ്ങനെ നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് നന്നായി പഠിച്ചു വെക്കുക. മറന്നു പോവാൻ വേണ്ടി പാടില്ല. മിസ് ഇടയ്ക്ക് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഓർമ്മയുണ്ടാവണം അല്ലേ? വാട്ട് വി കോൾഡ് എ ഡോഗ്സ് ഹൗസ്. എന്താണ് അമൃത? വാട്ട് വി കോൾഡ് എ ഡോഗ്സ് ഹൗസ്? കെന്നൽ. ഓക്കെ, കെന്നൽ. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യണം? നന്നായി പഠിക്കണം അല്ലേ? എന്താണ് ഡോഗിന്റെ വീടിന് നമ്മൾ പറയാ എന്നൊക്കെ ഉള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ. Then caring for our pets.
നമ്മൾ എന്താണ് നമ്മുടെ പെറ്റ് ആനിമൽസിനൊക്കെ എന്ത് ചെയ്യും? നന്നായിട്ട് കെയർ ചെയ്യും അല്ലേ? നമ്മൾ അവരെ നന്നായി നോക്കാറില്ലേ? പെറ്റ് ആനിമൽസിനെ നന്നായി നോക്കാറുണ്ടല്ലേ? അപ്പൊ അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. We give our pets fresh food and clean water. We keep our pets clean. We keep their homes clean. We play with them. We take our pets to a doctor when they fall ill. A doctor who treats animal is called a vet. The vet gives medicines to our pets. We love our pets. It's about our pet animal. നമ്മുടെ വളർത്തു മൃഗങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? നമ്മൾ അവരെ നന്നായിട്ട് കെയർ ചെയ്യും അല്ലേ? നന്നായിട്ട് നമ്മൾ അവരെ നോക്കാറില്ലേ? ഉണ്ടോ? ഉണ്ട് അല്ലേ? നല്ല ഫുഡ് കൊടുക്കും അല്ലേ? അങ്ങനെയാണ് നമ്മൾ അവരെ നോക്കാറ്. അപ്പോ we give our pets is fresh food. We give our pets is fresh food. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പെറ്റ് ആനിമൽസിന് നല്ല ഭക്ഷണം കൊടുക്കും അല്ലേ? ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കും. Then ക്ലീൻ വാട്ടർ, നല്ല വെള്ളവും കൊടുക്കും അല്ലേ? നമ്മുടെ പട്ടിക്കും പൂച്ചയ്ക്കും റാബിറ്റ്സിനും ഒക്കെ എന്താണ് നമ്മൾ നല്ല വെള്ളവും നല്ല ഭക്ഷണവും കൊടുക്കാറില്ലേ? അഴുക്ക് പിടിച്ച ചെളി പിടിച്ച വെള്ളവും ഭക്ഷണവും നമ്മൾ കൊടുക്കുവോ? ഇല്ലല്ലോ. നമ്മൾ അവരെ നന്നായിട്ട് നോക്കാറില്ലേ? അതാണ് പറയുന്നത്. നമ്മൾ അവരെ നന്നായിട്ട് നോക്കും, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കും അല്ലേ? നമ്മൾ എന്താണ് ആർക്കും വേണ്ടാത്ത ചീത്തയായ ഭക്ഷണമൊക്കെ കൊടുക്കുമോ നമ്മുടെ ആനിമൽസിന്? ഇല്ലല്ലോ. നമ്മൾ നന്നായിട്ട് നോക്കുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല ഭക്ഷണമാണ് അവർക്ക് കൊടുക്കുക അല്ലേ? ചെറിയ പട്ടിക്കുട്ടിയൊക്കെ ആണെങ്കിൽ പാലും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കാറില്ലേ? പാലും ബിസ്ക്കറ്റും നല്ല നല്ല സാധനങ്ങളൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കും അല്ലേ കഴിക്കാൻ വേണ്ടി? അല്ലാതെ ചീത്തയായ ഫുഡ് കൊടുക്കുവോ? ഇല്ലല്ലോ. അതാണ് പറയുന്നത് we give our animals to fresh food and clean water. നല്ല വൃത്തിയുള്ള വെള്ളവും ഭക്ഷണവും മാത്രമേ നമ്മൾ ആർക്ക് കൊടുക്കുള്ളൂ? നമ്മുടെ പെറ്റ് ആനിമൽസിന് കൊടുക്കുള്ളൂ അല്ലേ? Then we keep our pets clean. നമ്മൾ എപ്പോഴും അവരെ എന്താണ് നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കും അല്ലേ? അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ടൊക്കെയാണ് നമ്മൾ നിൽക്കാറ് അല്ലേ? അവർക്ക് എപ്പോഴും ചെളി പിടിച്ച് നടക്കാൻ സമ്മതിക്കാറുണ്ടോ? ഇല്ലല്ലോ. ചെറിയ പട്ടിക്കുട്ടിക്കൊക്കെ എന്താണ് നല്ല സോപ്പൊക്കെ വാങ്ങിച്ച് നമ്മൾ അവരെ തേച്ച് വൃത്തിയാക്കി കുളിപ്പിച്ച് നല്ല നീറ്റാക്കി വെക്കാറില്ലേ? ഉണ്ട് അല്ലേ? അവരെ എന്താണ് ചെളിയിലൊക്കെ വിട്ടിട്ട് അതുപോലെ കൂട്ടിൽ കയറ്റി വിടുകയാണോ ചെയ്യാറ്? അല്ല, നന്നായിട്ട് അവരെ നമ്മൾ കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ച് റെഡിയാക്കുകയൊക്കെ ചെയ്യും അല്ലേ? Then we play with them. നമ്മൾ അവരുടെ കൂടെ കളിക്കും അല്ലേ? ചെറിയ പട്ടിക്കുട്ടിയുടെയും പൂച്ചക്കുട്ടിയുടെയും ഒക്കെ കൂടെ കളിക്കാറില്ലേ നിങ്ങള്? ഇഷ്ടല്ലേ നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടി? നമ്മളെ കാണുമ്പോ അവർക്ക് ഭയങ്കര സ്നേഹമാണ് അല്ലേ നമ്മുടെ പെറ്റ്സിന്? അപ്പൊ എന്താണ് നമ്മൾ അവരുടെ കൂടെ കളിക്കും അല്ലേ? Then we take our pets to a doctor. നമ്മള് പട്ടിക്കുട്ടികൾ എന്നല്ല നമ്മുടെ പെറ്റ്സിന് അല്ലേ? നമ്മുടെ റാബിറ്റ്സിനായാലും നമ്മുടെ പട്ടിക്കുട്ടികൾക്കും പൂച്ചക്കുട്ടികൾക്കും ഒക്കെ അസുഖം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവാറില്ലേ? ഉണ്ടല്ലേ? എന്തെങ്കിലും വയ്യാണ്ടായാല് നമ്മൾ അതിനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകും അല്ലേ? നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറുടെ അടുത്ത് തന്നെയാണോ പോവാറ്? നിങ്ങൾക്ക് പനി വന്നാൽ പോകുന്ന ഡോക്ടറുടെ അടുത്ത് തന്നെയാണോ പട്ടിക്കുട്ടിക്ക് പൂച്ചക്കുട്ടിക്കൊക്കെ സുഖമില്ലെങ്കിൽ കൊണ്ടുപോവാറ്? അല്ലല്ലോ. അപ്പോ നമ്മുടെ ആനിമൽസിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെയാണ് എന്ത് പറയുന്നത്? വെറ്റ് എന്ന് പറയാറ്. വെറ്ററിനറി എന്ന് പറയും അല്ലേ? അതെന്താണ്? മൃഗങ്ങളെ നോക്കുന്ന ഡോക്ടറിനെ നമ്മൾ വെറ്റ് എന്നാണ് പറയാ. VET, വെറ്റ്. ഓക്കെ, വെറ്റിനറി ഡോക്ടർ എന്ന് പറയും. മൃഗങ്ങളുടെ ഒക്കെ ഡോക്ടറെയാണ് എന്ത് പറയാ? മൃഗ ഡോക്ടർ, വെറ്ററിനറി. ഓക്കെ, വെറ്റ് എന്ന് നമ്മൾ അവരെ പറയും. ഓക്കെ, ക്ലിയർ? വാട്ട് വി കോൾഡ് എ അനിമൽസ് ഡോക്ടർ? എന്താണ് പറയാറ്? അനിമൽസിന്റെ ഡോക്ടറെ എന്താണ് പറയാറ്? വെറ്റ്, VET, വെറ്റ്. ഓക്കെ, മനസ്സിലായോ? വെറ്റ് എന്നാണ് പറയാറ്. വെറ്റിനറി ഡോക്ടർ എന്ന് പറയും. അപ്പോ അവർക്ക് അസുഖം വന്നാൽ നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, നല്ല ഫുഡും നല്ല വാട്ടറും കൊടുക്കും, നന്നായിട്ട് വൃത്തിയാക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇതെന്താണ്? വി ലവ് അവർ പെറ്റ്സ്. നമ്മൾക്ക് നമ്മുടെ പെറ്റ് ആനിമൽസിനെ വളരെ ഇഷ്ടമാണ് അല്ലേ? അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് വിഷമാവില്ലേ? നമ്മൾ നല്ല കെയർ കൊടുത്ത് വളർത്തുന്ന നമ്മുടെ ആനിമൽസിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നമ്മൾക്ക് എന്താകും?
വിഷമാവും അല്ലേ, സങ്കടാവില്ലേ? ആവും അല്ലേ. സോ നമുക്ക് എന്താണ്, നമ്മുടെ പെറ്റ് ആനിമൽസിനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ, ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ പോർഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാല്, ഫസ്റ്റ് വൺ ഈസ് എബൌട്ട് ഫാം ആനിമൽസ്. ആദ്യം പറയുന്നത് എന്താണ്, ഫാം ആനിമൽസിനെ കുറിച്ചാണ്. നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ, എന്താണ് ഫാം ആനിമൽസ്? നമ്മുടെ പല കാര്യങ്ങൾക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെ, കാർഷികപരമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന. ഏബൽ മാത്യു എന്താണ് മോനെ വീഡിയോ ഓഫ് ചെയ്തത്? ആനിമൽസിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫാം ആനിമൽസ് എന്ന് പറയാം. ഹോഴ്സസ്, ഹെൻ, ദെൻ കൗ, ബുള്ളോക്സ്, ഇതൊക്കെ എന്താണ്, ഫാം ആനിമൽ ആണ് അല്ലേ. അത് ചില ആനിമൽസ് നമുക്ക് ഫുഡ് തരും, ചില ആനിമൽസ് നമുക്ക് എന്ത് തരും, നമ്മുടെ വർക്കിൽ അല്ലേ, നമ്മുടെ ജോലിയിൽ നമ്മളെ ഹെൽപ്പും ചെയ്യും. അപ്പോൾ നമ്മുടെ ഫുഡ് തരുന്ന ആനിമൽസ് ഏതൊക്കെയാണ്? കൗ ഗിവ്സ് us milk and hens lay eggs. കോഴികളൊക്കെ എന്ത് ചെയ്യും, മുട്ടയിടാറുണ്ട്. ആ മുട്ടയെടുത്ത് നമ്മൾ എന്ത് ചെയ്യും, കറി വെക്കും അല്ലേ, കറിയൊക്കെ വെച്ച് കഴിക്കും, പുഴുങ്ങിയിട്ട് കഴിക്കും അല്ലേ. മുട്ടയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്, നല്ലതാണല്ലേ, വളരെ ഹെൽത്തി ആണ് അല്ലേ. മുട്ട നമുക്ക് കോഴികൾ തരും, പാലും കിട്ടും അല്ലേ, പശുവിന്റെ പാലും നമുക്ക് കിട്ടും. ദെൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ വളർത്തുന്നത്. പിന്നെ ചില മൃഗങ്ങൾ നമ്മളെ നമ്മുടെ ജോലികളിൽ സഹായിക്കും, നമ്മുടെ ലോഡ്സ് ഒക്കെ അല്ലേ, നമുക്ക് വലിയ സാധനങ്ങളൊക്കെ എവിടേക്കെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിൽ നമ്മൾ ഈ ഡോങ്കിന്റെ ഒക്കെ പുറത്ത് വെച്ചിട്ട് കൊണ്ടുപോകും. പിന്നെ കുതിരവണ്ടിയും കാളവണ്ടിയും ഒക്കെ ഉണ്ട് അല്ലേ, ആൾക്കാരെ കൊണ്ടുപോകാനും ലോഡ് കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയിട്ട് ഹോഴ്സസും ബുള്ളോക്സും ഒക്കെ കാർട്ട് അല്ലേ, വണ്ടികൾ അവര് വലിക്കും, പുള്ളി ചെയ്യും അല്ലേ. ദെൻ ദ ഓക്സ് പ്ലസ് ദ ലാൻഡ്, കാളകളൊക്കെ എന്താണ്, നിലം ഉഴുത് വൃത്തിയാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ നമ്മുടെ ആനിമൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദെൻ there are special shelters for farm animals. ഈ ഫാം ആനിമൽസിന് എന്തുണ്ട്, പ്രത്യേകമായിട്ടുള്ള വീടുകളുണ്ട് അല്ലേ. ഹെൻസ് ആർ കെപ്റ്റ് ഇൻ കൂപ്പ് ആൻഡ് ഹോഴ്സസ് ആർ ഇൻ സ്റ്റേബിൾ ആൻഡ് കൗസ് ആർ കെപ്റ്റ് ഇൻ ഷെഡ് അല്ലേ. പശുക്കൾ ഷെഡിലാണ് താമസിക്കുക, ഷെഡ്, പശുക്കൾ താമസിക്കുന്ന വീടിനെ നമ്മൾ ഷെഡ് എന്ന് വിളിക്കും. ഹോഴ്സസ്, കുതിരകൾ താമസിക്കുന്ന സ്ഥലത്തിന് എന്ത് പറയും നമ്മള്, സ്റ്റേബിൾ എന്ന് പറയും. ആൻഡ് ഹെൻസ് ആർ കെപ്റ്റ് ഇൻ എ കൂപ്പ്, കോഴികളൊക്കെ എവിടെയാണ്, കൂപ്പ് അല്ലെ, കൂപ്പ് എന്നാണ് അവരുടെ വീടിന് പറയാ. പിന്നെ അത് കൂടാതെ നമ്മൾ പെറ്റ് ആനിമൽസിനെ കുറിച്ചാണ് പഠിച്ചത്. ആനിമൽസ് ആർ ഫൗണ്ട് നിയർ ബൈ അവർ ഹോം ഈസ് കോൾഡ് എ പെറ്റ് ആനിമൽ. നമ്മുടെ വീടിന്റെയും പരിസരത്തും ഒക്കെയുള്ള മൃഗങ്ങളെ, നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെയാണ് എന്ത് പറയാ, പെറ്റ് ആനിമൽസ്, വളർത്തു മൃഗങ്ങൾ എന്ന് പറയാം. അപ്പൊ എന്താണ്, എല്ലാവർക്കും പെറ്റ് ആനിമൽസ് ഉണ്ടാവും അല്ലെ. എന്തെങ്കിലും ഒരു പെറ്റ് ആനിമൽസ് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകും. നമ്മുടെ ക്ലാസ്സിൽ എന്താണ്, എല്ലാവർക്കും ഉണ്ട് അല്ലേ. ഒന്നുകില് പൂച്ചക്കുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ഡോഗ് ഉണ്ടാവും, ഫിഷ് ഉണ്ടാവും, അങ്ങനെ പല പെറ്റ് ആനിമൽസും എല്ലാവർക്കും ഉണ്ട് എന്നാണ് പറഞ്ഞത്. ദെൻ ഈ പെറ്റ് ആനിമൽസിനും എന്ത് വേണം, ഷെൽട്ടേഴ്സ് വേണം അല്ലേ. പെറ്റ് ആനിമൽസിനും ഓരോരോ ഷെൽട്ടേഴ്സ് വേണം, ഓരോരോ ഷെൽട്ടേഴ്സ് വേണം. ഡോഗ് സ്ലീപ്സ് ഇൻ എ കെനൽ, പട്ടിക്കൂടിനെ നമ്മൾ കെനൽ എന്ന് പറയും. ഫിഷസ് ആർ കെപ്റ്റ് ഇൻ ആൻ അക്വേറിയം അല്ലേ. മീനുകളൊക്കെ താമസിക്കുന്നത് എവിടെയാണ്, സാവിയോ ശ്രദ്ധിക്കണേ, ഇവിടെ മീനുകളൊക്കെ താമസിക്കുന്നത് എവിടെയാണ്, അക്വേറിയത്തിലാണ് അല്ലേ. ദേ ലിവ്സ് ഇൻ ആൻ അക്വേറിയം അല്ലേ. വെള്ളം വേണം അല്ലേ ഇഷിക, ഫിഷസിനൊക്കെ വെള്ളം വേണ്ടേ, താമസിക്കാൻ വെള്ളം വേണം അല്ലേ മോളെ. ഓക്കെ, വേണം. അപ്പൊ അവര് അക്വേറിയത്തിലാണ് താമസിക്കാറ്. ഐഫൂന അവിടെ എന്താ ചെയ്യുന്ന മോളെ. ദെൻ പിന്നെന്താണ്, റാബിറ്റ്സ് ലിവ്സ് ഇൻ എ ഹച്ച്, മുയലുകളൊക്കെ എവിടെയാണ്, ഹച്ച് എന്ന് പറഞ്ഞിട്ടുള്ള വീടിലാണ് അവർ താമസിക്കുക അല്ലെ. അതായത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന വീടിനെയാണ് ഹച്ച് എന്ന് പറയാം. ദെൻ കെയറിങ് ഫോർ അവർ പെറ്റ്, നമ്മൾ നന്നായിട്ട് നമ്മുടെ പെറ്റ് ആനിമൽസിനെ കെയർ ചെയ്യും, നല്ല ഭക്ഷണം കൊടുക്കും, നല്ല ഭക്ഷണം കൊടുക്കും, വെള്ളം കൊടുക്കും, നന്നായി കുളിപ്പിച്ച് വൃത്തിയാക്കും. അസുഖം വന്നാൽ വെറ്റിനറി ഡോക്ടറെ അടുത്ത് പോകും അല്ലേ, വെറ്റ് എന്നാണ് പറയാ ഡോക്ടറെ, വെറ്റിനറി ഡോക്ടറെ അടുത്ത് പോകും അല്ലേ. അസുഖം വന്നാൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ നന്നായിട്ട് നമ്മൾ അവരെ കെയർ ചെയ്യും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഫാം ആനിമൽസ് ആൻഡ് പെറ്റ് ആനിമൽസ്. ക്ലിയർ? ഇഫ് യു ഹാവ് എനി ഡൗട്ട് ആസ്ക് മീ. എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലായോ? നന്നായിട്ട് എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കണം. ഓക്കെ, നന്നായിട്ട് വായിക്കണം. അങ്ങനെയാണെങ്കിലേ
എന്താവുള്ളൂ, മനസ്സിലാവുള്ളൂ. എന്താണ് മോളെ നസ്സ മറിയം? മിസ് നേരത്തെ എഴുതാൻ വേണ്ടിട്ട് പറഞ്ഞതിന്റെ പേജിന്റെ അതിന്റെ പാഠത്തിന്റെ പേരെന്ന് പറയാ. ഏതാണ് എഴുതേണ്ടത് എന്ന് വെച്ചാല് നമ്മളിപ്പോ പേജ് നമ്പർ 129 3 ആനിമൽസിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഹെൻസിന്റെയും ഹോഴ്സസിന്റെയും കൗസിന്റെയും. അവരെന്താണ്? ഫാം ആനിമൽസ് ആണ്. അപ്പൊ എഴുതുമ്പോ നമ്മൾ എന്ത് ചെയ്യാ? ഹെഡ്ലൈൻ എന്താണ് മോളെ? ഇതിന്റെ പേരാണ് ചോദിച്ചത് പാഠത്തിന്റെ. അവർ പെറ്റ്സ് ആണ് നമ്മുടെ വളർത്തു മൃഗങ്ങള്. അവരെ കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പോ നമ്മുടെ പോർഷന്റെ പേരെന്താണ്? അവർ പെറ്റ്സ് എന്നാണ്. അപ്പൊ നമ്മൾ എഴുതുമ്പോ ആദ്യം ഹെഡ്ലൈൻ കൊടുക്കുക, ഫാം ആനിമൽസ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഹെൻസ് എന്ന് എഴുതുക. കൂപ്പ്, ഹെൻസ് കോഴി, അതിന്റെ വീട് കൂപ്പ്. ഹോഴ്സ് കുതിര, അതിന്റെ വീട് സ്റ്റേബിൾ. കൗ ഷെഡ്. അത്രയും എഴുതുക. ദെൻ പെറ്റ് ആനിമൽ എന്ന് എഴുതുക. ഡോഗ് കെന്നൽ, ഫിഷ് അക്വേറിയം, റാബിറ്റ് ഹച്ച്. ക്ലിയർ? മനസ്സിലായോ എന്താണ് എഴുതേണ്ടതെന്ന്? അത് എഴുതിയിട്ട് നന്നായി പഠിക്കുകയും ചെയ്യണം. ആ പേരുകളൊന്നും മറന്നു പോകാൻ വേണ്ടി പാടില്ല. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യണം? നന്നായിട്ട് വായിക്കണം. കുറേ തവണ ഏത് പാഠം കഴിഞ്ഞാലും എന്ത് ചെയ്യണം? പോർഷൻ കംപ്ലീറ്റ് ആയാല് നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുള്ളൂ, വായിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ എന്താണ്? ഫൺ ടു ലേൺ നമ്മുടെ ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. സർക്കിൾ ദ ആനിമൽ ദാറ്റ് ഗീവ്സ് us ഫുഡ്. നോക്കുക, അവിടെ കുറെ ആനിമൽസിന്റെ പിക്ചേഴ്സ് ഉണ്ട്. എന്താണ്? ക്യാറ്റ് ഉണ്ട്, എലഫന്റ് ഉണ്ട്, കൗ ഉണ്ട്, സീബ്ര ഉണ്ട്. ഇതിൽ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. ഏത് ആനിമലിനെ? നമുക്ക് ഫുഡ് തരുന്ന ആനിമലിനെ നമ്മൾ സർക്കിൾ ചെയ്യണം. അതിൽ ഏതാണ് നമുക്ക് ഫുഡ് തരുന്ന ആനിമൽ? അമൻ മാധവ്, ഏതാണ് അതിൽ നമുക്ക് ഫുഡ് തരുന്ന ആനിമൽ ഉള്ളത്? കൗ ആണ് അല്ലേ. അപ്പൊ കൗവിനെ എന്ത് ചെയ്യാ? നന്നായിട്ട് സർക്കിൾ ചെയ്ത് കൊടുക്കുക, നല്ല നീറ്റായിട്ട്. പശുവാണ് നമുക്ക് പാല് തരുന്നത് അല്ലേ. ക്യാറ്റ് എന്തെങ്കിലും ഫുഡ് നമുക്ക് തരാറുണ്ടോ? ഇല്ല. എലഫന്റ് തരാറുണ്ടോ? ഇല്ല. സീബ്ര തരാറുണ്ടോ? നോ. അപ്പൊ പശു നമുക്ക് പാല് തരുമല്ലേ. അപ്പൊ അതിനെ നമ്മൾ സർക്കിൾ ചെയ്യാം. Then fill in the blanks, choose words from the box. അവിടെ ബോക്സിൽ കുറെ വേർഡ്സ് ഉണ്ട്. അത് നോക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മള് ഇത് ഫില്ല് ചെയ്യണം അല്ലേ. കൂപ്പ്, പെറ്റ്, അക്വേറിയം, മിൽക്ക്, ഇത്രയും വേർഡ്സ് അവിടെ തന്നിട്ടുണ്ട്. അതില് മാച്ച് ചെയ്യുന്നത് നമ്മൾ എടുത്തെഴുതുകയാണ് വേണ്ടത് അല്ലേ. കൗ ഗിവ്സ് us ഡാഷ്. പശു നമുക്ക് ഡാഷ് തരും അല്ലേ. പശു നമുക്ക് എന്താ തരുക അയാൻ വിജേഷ്? അപ്പൊ നമ്മൾ അവിടെ ഏതാണ് എഴുതേണ്ടത് മോനെ അയാൻ? മിൽക്ക്. ഓക്കെ, കൗ ഗിവ്സ് us മിൽക്ക്. പശു നമുക്ക് പാലാണല്ലേ തരിക. അമൃത എഴുതിയ മോളെ? യെസ്, കൗ ഗിവ്സ് us മിൽക്ക് അല്ലേ. അപ്പൊ നമ്മൾ അവിടെ മിൽക്ക് എന്നാണ് എഴുതേണ്ടത്. പശു നമുക്ക് പാല് തരും അല്ലേ, മിൽക്ക്. Then second one, hens lives in a dash. കോഴികൾ താമസിക്കുന്നത് എവിടെയാണ് എന്നാണ്. എവിടെയാണ് മോളെ ഹാദിയ? What is the answer? Hens lives in a coop. Okay, hens lives in a coop അല്ലേ. കോഴികൾ താമസിക്കുന്ന വീടിനെയാണ് നമ്മൾ കൂപ്പ് എന്ന് പറയാറ്. കൂപ്പ്. Okay. Then third one, the animals we keep at home are called. നമ്മുടെ വീട്ടില് വളർത്തുന്ന ആനിമൽസിനെ നമ്മൾ എന്താണ് പറയാ എന്നാണ്. എന്താണ് മോളെ ബിയോണ ആൻസർ? ഓക്കെ, പെറ്റ്. പെറ്റ് എന്ന് എഴുതുക അവിടെ. നമ്മുടെ ടൈം കഴിയാറായി, ക്ലാസ് ചിലപ്പോൾ കട്ടാവും. അങ്ങനെയാണെങ്കിൽ അതും അതിന്റെ താഴെയുള്ള മാച്ച് ദ ആനിമൽസ് വിത്ത് ദെയർ ഹോം എന്നുള്ളത് നിങ്ങൾ
ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അതുമുണ്ട്. ദെൻ നെക്സ്റ്റ് പേജിൽ എന്തുണ്ട്? സി ഡി ഉണ്ട്. അൺസ്ക്രാമ്പിൾ ദ ലെറ്റേഴ്സ് ടു ഗെറ്റ് ദ നെയിംസ് ഓഫ് സം ആനിമൽസ്. അത് നിങ്ങൾ രണ്ടും എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ്